Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, miss. Good afternoon, ma'am. കഴിഞ്ഞ ദിവസം മിസ് എടുത്ത് നോക്കിയോ എല്ലാവരും? ക്ലിയർ ആണോ? Clear ആണ്. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം എടുത്തിരിക്കുന്നത് 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് അല്ലേ? എവിടെ വരെ എത്തി? ജി വരെ പറഞ്ഞു, മാം. ജി വരെ അല്ലേ? C വരെ ഡെവലപ്ഡ് കൺട്രീസ് MICU അത് വരെ. ലാസ്റ്റ് പോയിന്റ് സിയിലെ MICU. സി വരെയാണോ? മോക്ക് ഡ്രിൽസ് ഒക്കെ പറഞ്ഞില്ലേ മിസ്? സി വരെ അല്ല, മാം. ജി വരെ പറഞ്ഞിട്ടുണ്ട്. ജി വരെ പറഞ്ഞു. സി ആണോ ജി ആണോ? ജി മോഡ് വരെ ഓഫ് പറഞ്ഞു. ട്രാൻസ്ഫർ അല്ലേ? ടൈപ്പ് ചെയ്തേ മിസ്സിന് ജി വരെ അതാ ചോദിച്ചത്. ജി വരെയാണോ മിസ്? സി വരെ കേട്ടെ. ജി വരെ അല്ലേ? ഓക്കെ, ബാക്കി മിസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. Next, percentage of inpatient developing unfavorable drug reaction. Inpatient department പേഷ്യൻസിന് നമ്മൾ മരുന്ന് കൊടുക്കാമല്ലോ. പേഷ്യൻസിന് മരുന്ന് കൊടുത്തിട്ട് അവർക്ക് ആർക്കെങ്കിലും എന്താണ് അഡ്വേഴ്സ് റിയാക്ഷൻ അല്ലെ, ഡ്രഗ് റിയാക്ഷൻ വന്നിട്ടുണ്ട്. ചില അലർജി പ്രോബ്ലംസ് ഉണ്ടാവാം, അല്ലെങ്കിൽ വയറുവേദന ഉണ്ടാവാം അല്ലെ, അല്ലെങ്കിൽ വൊമിറ്റിംഗ് ടെൻഡൻസി, പല പ്രോബ്ലംസ് ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ ചൊറിഞ്ഞ് മേലൊക്കെ തടിച്ചു പൊന്താ അല്ലെ. അപ്പൊ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില് അൺഫേവറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഡ്രഗ് റിയാക്ഷൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് എത്ര പെർസെന്റേജ് ഉണ്ട് അല്ലെ, അത് നോക്കുന്നു. നെക്സ്റ്റ് എന്താണ്? ക്ലിയർ ആയോ? IPD-യില് ഉള്ള രോഗികൾക്ക് ഇപ്പൊ മരുന്നുകൾ കൊടുക്കാം. മരുന്നുകൾ കൊടുത്തിട്ട് എന്താണ് അവർക്ക് എന്തെങ്കിലും അഡ്വേഴ്സ് റിയാക്ഷൻ എന്താണ്, അവർക്ക് ഫേവറബിൾ അല്ലാത്ത ചില വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാകാം, അല്ലെങ്കിൽ അബ്ഡോമിൻ പെയിൻ ഉണ്ടാവാം, അല്ലെങ്കിൽ തടിച്ചു പൊന്താം അല്ലെ ആ മരുന്ന് കഴിക്കുമ്പോ, അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും റിയാക്ഷൻസ് അഡ്വേഴ്സ് റിയാക്ഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എത്ര പെർസെന്റേജ് ഉണ്ട് എന്ന് നോക്കുന്നു. നെക്സ്റ്റ്, percentage of unplanned return to OT operation theaters unplanned ആയിട്ടുള്ള റിട്ടേൺ വരാം. ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു പേഷ്യൻസിന് സർജറി ഒക്കെ കഴിഞ്ഞു, അവരെ നമ്മൾ എന്താണ് 2 ദിവസം 3 ദിവസം ഒക്കെ കിടത്തിങ്ങാണ്ട് അവരെ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് പറഞ്ഞേക്കും അല്ലെ ഹോസ്പിറ്റലിൽ നിന്ന്. പറഞ്ഞേക്കോ? പറഞ്ഞയച്ചു കഴിഞ്ഞിട്ട് അവർക്ക് ചിലപ്പോ എന്താണ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നാം. ഇപ്പൊ അബ്ഡോമിനാണ് പെയിൻ സർജറി ചെയ്തതെങ്കിൽ അവർക്ക് പിന്നീട് ഭയങ്കരമായ വേദനയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇറിറ്റേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നിട്ട് അവർ വീണ്ടും തിരിച്ചു കൊണ്ടുവരില്ലേ ഹോസ്പിറ്റലിലേക്ക്? അങ്ങനെയുള്ള എന്തെങ്കിലും കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് ന്യൂസിലെ പേപ്പേഴ്സിലൊക്കെ വായിക്കാറുണ്ട് അല്ലേ, ചില ഹോസ്പിറ്റലിൽ അവരുടെ അശ്രദ്ധ കൊണ്ട് ഓപ്പറേഷൻ ഓപ്പറേഷൻ കഴിയുമ്പോൾ സർജറി കഴിയുമ്പോൾ അതിനുള്ളിൽ കോട്ടൺ വെച്ച് മറക്കുക, അല്ലെങ്കിൽ എന്താണ് സിസർ വെച്ച് മറക്കുക, അല്ലെങ്കിൽ സർജിക്കൽ നൈഫ് വെച്ച് മറക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടില്ലേ ന്യൂസിലൊക്കെ? അപ്പൊ എന്ത് ചെയ്യും? അങ്ങനെയൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് അവർക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും അല്ലെ, ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവാലോ അതുമായി ബന്ധപ്പെട്ട്. അല്ലെങ്കിൽ ഹൈജീനിക് അല്ലാത്ത രീതിയിൽ എന്താണ് നമ്മ സർജറി ഒക്കെ നടത്തി കഴിഞ്ഞാൽ എന്താണ് ഇൻഫെക്ഷൻസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യില്ലേ?
അപ്പൊ എന്താണ് അവര് വീണ്ടും തിരിച്ചു കൊണ്ടുവരേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എത്ര പെർസെന്റേജ് ഉണ്ട് എന്ന് നോക്കുന്നുണ്ട്. നെക്സ്റ്റ്, പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ്. നിയർ മിസ്സസ് എന്ന് പറഞ്ഞാൽ തലനാടിയിലൊക്കെ രക്ഷപ്പെടാന്ന് പറയില്ലേ ഹോസ്പിറ്റലില്. നമ്മ ആ സംഭവം നടക്കുന്നതിന് മുമ്പ് തലനാടിയിലൊക്കെ രക്ഷപ്പെടാന്ന് കേട്ടിട്ടുണ്ടോ ആ ഒരു വേട്? എന്തായിരിക്കും ഉദ്ദേശിക്കുന്നേ അങ്ങനെ തലനാരിഴക്ക് രോഗികളെ രക്ഷപ്പെടുക എന്നുള്ളത്? ഇപ്പൊ ഒരു പേഷ്യന്റിന് സർജറി ചെയ്യാനായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയേക്കാണ്. ആ സമയത്ത് ഡോക്ടറിന് സൈറ്റ് മാറിപ്പോവുകയാണ്, സർജിക്കൽ സൈറ്റ്. ഇപ്പൊ ആ പേഷ്യൻസിന് അബ്ഡോമിനാണ് സർജറി ചെയ്യേണ്ടത്. ഡോക്ടർ പക്ഷെ എന്താണ് തലക്ക് അല്ലെങ്കിൽ വേറെ കൈക്കോ കാലിനോ സർജറി ചെയ്യാൻ പോവാണ്. അതിനുവേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യാൻ ആരംഭിക്കുന്നതിന് മുമ്പ് ഈ പേഷ്യന്റിന്റെ കേസ് ഷീറ്റിന്നോ അതല്ലെങ്കിൽ അവരുടെ ഫയലിൽ നിന്നോ അനസ്തേഷ്യ ഡോക്ടറോ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾ, നഴ്സിംഗ് സ്റ്റാഫുകളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് ഡോക്ടറെ വിവരം അറിയിക്കാണ്. എന്താണ് ഈ പേഷ്യന്റിന് അബ്ഡോമിനാണ് പെയിൻ ഓപ്പറേഷൻ നടത്തേണ്ടത്, എന്താണ് തലയ്ക്കല്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കില്ലേ? അപ്പൊ എന്താണ് ആ പേഷ്യൻസ് തലനാരിഴക്ക് രക്ഷപ്പെടുകയാണല്ലേ ചെയ്യുന്നത് അല്ലേ? അതല്ല സർജറി നടത്തിയെങ്കിലോ? അപ്പൊ അങ്ങനെയല്ല. അപ്പൊ അത് ആ പേഷ്യന്റിന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? വലിയൊരു ഇഷ്യൂ ആവുമല്ലോ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച്. അതൊരു വലിയ പ്രോബ്ലം ആവും അല്ലേ? ആ കേസൊക്കെയാ. അപ്പൊ അങ്ങനെയുള്ള തലനാരിഴക്ക് രക്ഷപ്പെടുന്ന കേസുകൾ എത്ര എണ്ണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ക്ലിയർ ആയത്? ചിലപ്പോ മരുന്നുകളുടെ കേസുകളിലാവാം. ഫാർമസിയിലെ നമ്മൾ പറഞ്ഞു, ഫാർമസിയിലെ പ്രൊസീജിയർ പഠിച്ചു. എന്താണ് സ്റ്റോറിലുള്ള ഫാർമസിസ്റ്റ് മരുന്നുകൾ അല്ലേ ആ പ്രിസ്ക്രിപ്ഷൻ ചീട്ട് നോക്കിങ്ങാട്ട് മരുന്നുകൾ കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ് കൗണ്ടറിന്റെ അടുത്തിരിക്കുന്ന ഫാർമസിസ്റ്റുകൾ എന്ത് ചെയ്യുന്നു? ഈ പ്രിസ്ക്രിപ്ഷൻ ചീട്ടും ഈ സ്റ്റോറിലെ ഫാർമസിസ്റ്റുകൾ എടുത്തു കൊടുത്ത മെഡിസിനുകളെ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുന്നു അല്ലെ? ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ടോ? അതിനുശേഷമല്ലേ പേഷ്യൻസിന് കൊടുക്കുള്ളൂ. ആ ക്രോസ് ചെക്ക് ചെയ്ത് അവരെ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമാണല്ലേ പേഷ്യൻസിന് കൊടുക്കുന്നത്. അപ്പൊ ആ ക്രോസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് മനസ്സിലാകാണ് എന്താണ് സ്റ്റോറിൽ ആ ഫാർമസിസ്റ്റ് കൊടുത്ത മരുന്ന് എന്താണ് മാറിപ്പോയി അല്ലേ? അപ്പൊ എന്താ ആ പേഷ്യന്റിന്റെ കയ്യിലെത്തുന്നതിന് തൊട്ടു മുമ്പ് അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് അല്ലേ? ആ മെഡിസിൻ അവര് കറക്റ്റ് ആക്കി കൊടുക്കും. അപ്പൊ അതെന്താണ്? അതൊരു ഇൻസിഡന്റ് ആണ് അല്ലെ? നിയർ മിസ്സസിന് ഒരു എക്സാമ്പിൾ അല്ലേ? അങ്ങനെ പല കേസുകളുണ്ട് കേട്ടോ, പല സംഭവങ്ങളും നടക്കാം. അപ്പൊ ക്ലിയർ ആയല്ലോ? നിയർ മിസ്സസ് ക്ലിയർ ആയോ? അതിന്റെ പെർസെന്റേജ്, അങ്ങനെ എത്ര സംഭവങ്ങള് ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ പെർസെന്റേജ് നോക്കുന്നുണ്ട്. നെക്സ്റ്റ്, പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഹാവിംഗ്. ഇപ്പൊ മിസ് എടുക്കുന്ന ഈ 32 മാൻഡേറ്റഡ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഇല്ലേ? അത് മിസ് ഇതിൽ ജസ്റ്റ് ഇങ്ങനെ റേഷ്യോ, റേറ്റ്, പെർസെന്റേജ് എന്നൊക്കെ പറയുന്നുള്ളൂ അല്ലെ? അപ്പൊ അത് കാണുന്നത് അതിന്റെ പെർസെന്റേജ് എങ്ങനെയാണ് കാണുന്നത്, റേഷ്യോ എങ്ങനെയാണ് കാണുന്നത് എന്ന് നിങ്ങൾക്ക് ക്വാളിറ്റി അഷുറൻസ് ഓഫ് നാബിലെ ഒരു ചാപ്റ്റർ ഉണ്ട് 4th മൊഡ്യൂളില്, അതിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഇത് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ്, percentage of medical records having imperfect or improper concern. എങ്ങനെ മെഡിക്കൽ റെക്കോർഡ് എങ്ങനെ തയ്യാറാക്കുക? മെഡിക്കൽ റെക്കോർഡിൽ എന്തൊക്കെ വേണം? പേഷ്യൻസിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫോർമേഷൻസും വേണം അല്ലെ? മെഡിക്കൽ ഹിസ്റ്ററി വേണം, റിപ്പോർട്ട്സുകൾ വേണം, സോഷ്യൽ ഡാറ്റാസ് വേണം അല്ലെ? ഒരുപാട് കാര്യങ്ങൾ വേണം. അപ്പൊ ഇംപ്രോപ്പർ അല്ലാത്ത രീതിയിൽ, ശരിയായ രീതിയിലല്ലാണ്ട് മെഡിക്കൽ റെക്കോർഡുകൾ തയ്യാറാക്കുക. പിന്നെന്താണ്? പേഷ്യൻസിന്റെ പ്രോപ്പർ ആയിട്ടുള്ള സമ്മതത്തോടെ അല്ലാതെ മെഡിക്കൽ റെക്കോർഡുകൾ എത്ര എണ്ണം തയ്യാറാക്കിയിട്ടുണ്ട്? ക്ലിയർ ആയോ? അതിന്റെ പെർസെന്റേജ് നോക്കുന്നത്. ഇംപ്രോപ്പർ ആയിട്ട് അതല്ലെങ്കിൽ ഇംപ്രോപ്പർ ആയിട്ടുള്ള ശരിയായ സമ്മതത്തോടെ അല്ലാതെ എത്ര മെഡിക്കൽ റെക്കോർഡുകൾ തയ്യാറാക്കിയിട്ടുണ്ട് അതിന്റെ പെർസെന്റേജ് നോക്കുന്നുണ്ട് ഹോസ്പിറ്റലില്. ഇപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് ചെല്ലുമ്പോ നമ്മുടെ അടുത്ത് നിന്ന്
വിവരങ്ങളൊക്കെ എഴുതി മേടിച്ച് സൈൻ ചെയ്ത് മേടിക്കാറുണ്ടോ ഹോസ്പിറ്റലില്? ചില ഹോസ്പിറ്റലില് പേഷ്യൻസിന്റെ വിവരങ്ങൾ ഒരു ഫോമിൽ ഫില്ല് ചെയ്യിച്ചിട്ട് നമ്മൾ കൊണ്ട് സൈൻ ചെയ്ത് വാങ്ങിക്കും. നമ്മൾ ചെല്ലുമ്പോ ഹോസ്പിറ്റലിൽ ആദ്യമായിട്ട് ചെല്ലുമ്പോ ഒരു ഓപ്ഷൻ ആണ് ഓപ്പറേഷന്. അപ്പൊ എന്താ, അപ്പൊ അതെന്ത് ചെയ്യാ അതാ അവർ ആ ഫയലിന്റെ ഉള്ളില് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ മെഡിക്കൽ ഫയലിന്റെ ഉള്ളിൽ അവർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇംപ്രോപ്പർ ആയിട്ടുള്ള സമ്മതത്തോടെ അല്ലാതെ, അതല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലല്ലാതെ എത്ര മെഡിക്കൽ റെക്കോർഡുകൾ ഹോസ്പിറ്റലിൽ തയ്യാറാക്കിയിട്ടുണ്ട് അതിന്റെ പെർസെന്റേജ് നോക്കുന്നു. നെക്സ്റ്റ്, പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ. ട്രാൻസ്ഫ്യൂഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, ബ്ലഡ് ബാങ്കിൽ പഠിച്ചിട്ടുണ്ടോ? ട്രാൻസ്ഫ്യൂഷൻ ബ്ലഡ് ബാങ്കില് എന്താണ് ട്രാൻസ്ഫ്യൂഷൻ? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്താണ്? ബ്ലഡ് കൊടുക്കുക അല്ലെ? അപ്പൊ അതിന് ആരൊക്കെ വേണം? ബ്ലഡ് കൊടുക്കാൻ ആരൊക്കെ വേണം? ബ്ലഡ് കൊടുക്കുന്നത് ആരൊക്കെ വേണം? അതിന് ഡോണറും വേണം, റെസിപ്പന്റും വേണം അല്ലെ? അപ്പൊ എങ്ങനെയാണ് അവർ കൊടുക്കുന്നത്? ഡോണറിന്റെ എന്തെങ്കിലും കുറെ ടെസ്റ്റുകൾ നടത്തിയിട്ടല്ലേ സ്വീകർത്താവിന് കൊടുക്കുന്നത്? കൊടുക്കുന്ന ആളുടെ അല്ലെ കുറെ ടെസ്റ്റുകൾ നടത്തും. അവർക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ അല്ലെ? ബ്ലഡുകൾ തമ്മിൽ മാച്ച് ചെയ്യുന്നുണ്ടോ അല്ലെ? അവർക്ക് എന്തെങ്കിലും HIV പോലുള്ള എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ അല്ലെ? ഇൻഫെക്ഷൻസ് ഉണ്ടോ അല്ലെ? ഒരുപാട് കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ടല്ലേ ക്രോസ് മാച്ച് ചെയ്ത് നോക്കും അല്ലെ? അപ്പൊ അങ്ങനെ ശരിയായ രീതിയിൽ അലർജി ഉണ്ടോ, ശരിയായ രീതിയിലല്ലാത്ത എന്താണ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുക. അപ്പൊ എന്ത് പറ്റും? ഇങ്ങനെ ടെസ്റ്റുകളൊന്നും ചെയ്യാതെ ഡോണറുടെ കയ്യിൽ നിന്ന് റെസിപ്പിന്റിന് ബ്ലഡ് കൊടുത്താൽ എന്താ സംഭവിക്കുക? ചിലപ്പോ അവർക്ക് കുറെ ഇഷ്യൂസ് ഉണ്ടാവാലോ. ചിലപ്പോ എന്താണ്, ബ്ലഡുകൾ മാച്ച് ആയിരിക്കില്ല, അല്ലെങ്കിൽ ഡോണറിന് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാവും അല്ലെ? അപ്പൊ അതൊക്കെ എന്ത് വരും? ഈ റെസിപ്പിയന്റിന് വരും അല്ലെ? സ്വീകർത്താവിന് വരും. അപ്പൊ അങ്ങനെ ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഷ്യൂസ് അല്ലെങ്കിൽ ഇൻസിഡന്റുകൾ, സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പെർസെന്റേജ് എത്രയാണ്? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? നെക്സ്റ്റ്, പെർസെന്റേജ് ഓഫ് കേസസ് who received suitable prophylactic antibiotics within the specified time frame. അപ്പൊ നമുക്ക് ഹോസ്പിറ്റലില് ആന്റിബയോട്ടിക്സ് തരാറുണ്ടല്ലോ. ആന്റിബയോട്ടിക്സ് അതെങ്ങനെയാ തരുന്നത്? നമ്മളോട് ഒരു ദിവസം കഴിച്ചാൽ മതി എന്ന് പറയോ? ഈ ആന്റിബയോട്ടിക്സ് നിങ്ങൾ ഒരു ദിവസം കഴിച്ചാൽ മതി അങ്ങനെയാണോ പറയുന്നത്? അതിനൊരു കോഴ്സ് ഉണ്ട് അല്ലെ? ഒരു കോഴ്സ് ഉണ്ട്. ഒന്നെങ്കിൽ 3 ദിവസം, അല്ലെങ്കിൽ ഒരു 5 ദിവസം, അല്ലെങ്കിൽ ഒരു 7 ദിവസം അല്ലെ? അങ്ങനല്ലേ പറയാറ്? ആ ഒരു കോഴ്സ് തീരുന്നത് വരെ അല്ലെ? അപ്പൊ എന്താണ്, അങ്ങനെ കറക്റ്റ് ടൈം പീരീഡില്, ടൈം ഫ്രെയിമിൽ എന്താണ് ആന്റിബയോട്ടിക്സുകൾ ഹോസ്പിറ്റലിലെ പേഷ്യൻസിന് കൊടുക്കുന്നുണ്ടോ? ക്ലിയർ ആയോ? കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ആ പേഷ്യൻസ് അതിൽ നിന്ന് അവരുടെ അസുഖങ്ങളിൽ നിന്ന് റിക്കവർ ചെയ്യുന്നുണ്ടോ അതിന്റെ പെർസെന്റേജ് നോക്കുന്നുണ്ട്. എത്ര പേഷ്യൻസിന് ആ കറക്റ്റ് ടൈം ഫ്രെയിമില് എന്താണ് ആന്റിബയോട്ടിക്സുകൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ അല്ലേ ഇത്? അപ്പൊ ഇപ്പൊ M വരെയാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഒന്ന് നോക്കിയേ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെ ഒരുപാട് പെർസെന്റേജ് വരുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെയുള്ള ഇൻസിഡന്റുകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമോ ആ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം ക്വാളിറ്റി ഉള്ളതാണ്, നാബിന്റെ അക്രഡിറ്റേഷൻ ലഭിക്കാൻ, അംഗീകാരം ലഭിക്കാൻ അർഹതയുള്ളവരാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? ഇതിന്റെ പെർസെന്റേജ് ഒക്കെ കുറച്ചല്ലേ, നല്ല രീതിയിൽ ഒരു കുറച്ച് ഇവരെന്ത് ചെയ്യാം, നല്ല ക്വാളിറ്റിയുള്ള സർവീസുകൾ നൽകുക അല്ലെ? അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മിസ് ഇതിന്റെ ഇടയിൽ നിങ്ങൾ ചോദിച്ചത്. നെക്സ്റ്റ് നോക്കിയേ, പെർസെന്റേജ് ഓഫ് സർജറീസ് where the organization procedures to prevent hostile events like the wrong site, wrong patient and wrong surgery have been occurred too. നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്.
ഹോസ്പിറ്റലിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ചില ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യും, പേഷ്യൻസ് മാറിപ്പോവാ അല്ലെ സർജറി നടത്തുമ്പോ. നമുക്കറിയാം ഹോസ്പിറ്റലിൽ ഒരു പേരിൽ തന്നെ 2-3 ആളുകൾ ഉണ്ടാവാം അല്ലെ, ഇല്ല 2-3 ആളുകൾ ഉണ്ടാവും. അപ്പൊ ശരിയായ രീതിയിൽ അവരെല്ലാ സോഷ്യൽ ഡാറ്റാസും അന്വേഷിച്ചെങ്കിൽ എന്ത് പറ്റും, നമുക്ക് ആള് മാറിപ്പോകാം. ഇപ്പൊ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെയാണെങ്കിൽ നമുക്ക് മരുന്ന് കൊണ്ടുതരും, നേഴ്സ് എന്ത് ചെയ്യും, നമ്മളുടെ 2-3 സോഷ്യൽ ഡാറ്റാസ് നോക്കും അല്ലേ, പേര് ചോദിക്കും അല്ലെ, ഏജ് ചോദിക്കും, സ്ഥലം ചോദിക്കും ഇല്ലേ. എന്തിനു വേണ്ടിയിട്ടാണത്, അവര് കൊടുക്കാൻ ഉദ്ദേശിച്ച അല്ലെ ആ വ്യക്തി തന്നെയാണോ എന്ന് ഉറപ്പുവരുത്താനല്ലേ, ആ കറക്റ്റ് ആണോ എന്ന് ഉറപ്പുവരുത്താൻ അല്ലെ. അപ്പൊ എന്താ, ഹോസ്പിറ്റലില് ഇങ്ങനെയുള്ള ഹോസ്റ്റൽ ഇവന്റ്സുകൾ എന്താണ്, ഹോസ്പിറ്റലിന് എതിരായിട്ടുള്ള എന്തെങ്കിലും ഇവന്റ്സുകള് സംഭവങ്ങള് റിപ്പോർട്ട് ചെയ്യുക. എന്തൊക്കെയാണ്, സർജറിയുടെ സൈറ്റ് മാറിപ്പോവുക അല്ലെ, റോങ് സൈറ്റിൽ സർജറി ചെയ്യുക, റോങ് പേഷ്യന്റ് മാറിപ്പോവുക, റോങ് സർജറി നടത്തുക അല്ലെ, സർജറി മാറിപ്പോവുക, ഇങ്ങനെയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പെർസെന്റേജ് നോക്കുന്നുണ്ട്. ക്ലിയർ ആയത്, നമ്മ പേപ്പറിൽ ന്യൂസിലൊക്കെ കാണുന്ന കാര്യങ്ങളാണ് അല്ലെ. സർജറി ചെയ്ത സ്ഥലം മാറിപ്പോയി അല്ലെ, ആ പേഷ്യൻസിന് എന്ത് പറ്റും, ഫിസിക്കലി ആയിട്ടും സൈക്കോളജിക്കലായിട്ടും ഒരുപാട് ഇഷ്യൂസ് സംഭവിക്കില്ലേ. ഓക്കെ, ക്ലിയർ അല്ലേ ഇത്. നെക്സ്റ്റ് മെഡിക്കേഷൻ എറർ റൈറ്റ്. എന്താണ്, മെഡിക്കേഷനിൽ തെറ്റുകൾ സംഭവിക്കാം. ഇപ്പൊ മിസ് പറഞ്ഞു അബ്രിവേഷൻ യൂസ് ചെയ്യുമ്പോ അല്ലെ, PC പാരസെറ്റമോളിന് എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്, ഡോക്ടേഴ്സ് എഴുതുന്നത് അബ്രിവേഷൻ ആയിട്ട് PCM എന്ന് എഴുതും. അപ്പൊ അതൊരു ഡോക്ടർ പെട്ടെന്ന് എഴുതിയപ്പോൾ M എന്നുള്ളത് N ആയി പോവാ, പാരസെറ്റ അങ്ങനെ എഴുതും, PCM എന്ന് എഴുതും ക്യാപിറ്റൽ ലെറ്ററിൽ. അപ്പൊ ഈ M എന്നുള്ളത് N ആയി പോയി കഴിഞ്ഞാലോ അവിടെ എററാണോ, തെറ്റാണോ അത്. ചിലപ്പോ ആ സെയിം അബ്രിവേഷനിൽ വേറെ ഏതെങ്കിലും മെഡിസിൻ ഉണ്ടാവാം, സെയിം അബ്രിവേഷനിൽ വേറെ മെഡിസിൻ ഉണ്ടാവാം. അപ്പൊ എന്ത് ചെയ്യും, പേഷ്യന്റിന് ചിലപ്പോ ആ മെഡിസിൻ ആയിരിക്കില്ലേ കൊടുക്കുന്നത്. അപ്പൊ എന്ത് വെച്ചെന്ന്, മെഡിക്കേഷനിൽ തെറ്റുകൾ സംഭവിക്കാം അല്ലെ, ചേഞ്ച് ആവും, അത് അവരെ ഹെൽത്തിനെ ബാധിക്കില്ലേ. അപ്പൊ അങ്ങനെയുള്ള എത്ര കേസുകൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം ഡോക്ടേഴ്സ് എഴുതുന്ന പ്രിസ്ക്രിപ്ഷൻ നമുക്ക് വായിക്കാൻ പറ്റുമോ, ഇല്ല അല്ലെ. അപ്പൊ ചിലപ്പോ അങ്ങനെയുള്ള വായനയിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വരാം അല്ലെ, പ്രിസ്ക്രിപ്ഷൻ വായിച്ചതില് എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കാലോ. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ മെഡിക്കേഷനിൽ മരുന്നുകൾ കൊടുക്കുന്നതില് പിശകുകൾ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ, അതിന്റെ പെർസെന്റേജ് നോക്കുന്ന റേറ്റ് പെർസെന്റേജ് നോക്കുന്നുണ്ട്. നെക്സ്റ്റ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ അല്ലെ, എന്താണ്, സർജറി ചെയ്ത ആ ഭാഗത്ത് ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഇൻസിഡന്റുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും പേഷ്യൻസിനെ കൊണ്ടുവന്നിട്ടുണ്ടോ അല്ലെ. ചിലപ്പോ ഹൈജീനിക് അല്ലാത്ത രീതിയിൽ അല്ലെ, ശുചിത്വമല്ലാത്ത രീതിയിൽ ഓപ്പറേഷൻ നടത്തുക, അല്ലെങ്കിൽ കറക്റ്റ് രീതിയിൽ അല്ലെങ്കിൽ എന്ത് പറ്റും അവിടേക്ക് ഇൻഫെക്ഷൻ വരാം അല്ലെ. ഒന്നൂടെ അപ്പൊ അങ്ങനെ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എത്ര എണ്ണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ റോങ് സൈറ്റിന് അല്ലെങ്കിൽ റോങ് സർജറിക്ക് ഒരു എക്സാമ്പിൾ പോലെ പറയാം, എബ്രഹാം ഓസ്ലർ കണ്ടിട്ടുണ്ടോ സിനിമ, മമ്മൂട്ടിയുടെ എബ്രഹാം ഓസ്ലർ അതല്ലേ സിനിമയുടെ പേര്. അതിലെന്താണ് ആ സർജറി, എബ്രഹാം ഓസ്ലർ അല്ല, മമ്മൂട്ടിയുടെ വേറൊരു സിനിമ ഉണ്ടല്ലോ, മെഡിക്കൽ ഫീൽഡ് ഡോക്ടറായിട്ട് ട്രെയിനിങ് നിന്നത്, പേര് അതിൽ കാണിക്കുന്നുണ്ട് അവന്റെ സർജറി, ആ തൊണ്ടക്ക് ആ പാട്ട് പാടുന്ന ആളുടെ തൊണ്ടക്ക് സർജറി എടുത്ത്, ആ സിനിമ തന്നെയാണോ, അതന്നെ ജയറാമിന്റെ. ഓക്കെ, ആ സെയിം അല്ലേ, തൊണ്ടക്ക് ആ സർജറി ചെയ്യുന്ന അതൊരു ചെറിയ പിശകല്ലേ, ആളുടെ സൗണ്ട് പോവാണ് അല്ലെ, ഓസ്ലർ തന്നെയാണ് അല്ലെ. എന്താണ് വോയിസ് പോകുകയല്ലേ ചെയ്യുന്നത്, അതായത് ആ സർജറിയിലുള്ള ഒരു ചെറിയ ഓക്കെ 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 ആയിപ്പോ മിസ്സിന്
അപ്പൊ എന്താണ് ആ ഒരു ചെറിയ പിശക് കൊണ്ടാണ് അത് സംഭവിച്ചത്. അത് നല്ല ഒരു രീതിയാണോ അത്? വൈരാഗ്യം തീർക്കുക അല്ലെ? ക്ലിയർ ആയില്ലേ? റോങ് സൈറ്റ്, റോങ് പേഷ്യന്റ്. എന്താ ആള് കരുതിക്കൊണ്ടില്ലേ ജസ്റ്റ് ചെയ്തതാണ്. ചിലപ്പോ അത് ആ ഒരു ചെറിയൊരു നെർവിനാണ് ആ മുറിവ് പറ്റിയത്. പക്ഷെ എന്താണ് ആളുടെ വോയിസ് പോകുകയാണല്ലേ ചെയ്യുന്നത്. അത് ആളുടെ മെന്റലി ആയിട്ടും മാനസികമായിട്ടും എന്താണ് ഫിസിക്കലി ആയിട്ടും ഒരുപാട് ആള് പ്രോബ്ലം ഉണ്ടാക്കിയോ ആ ഒരു പ്രശ്നം കൊണ്ട്? അപ്പൊ എന്താ ചിലപ്പോ പേഷ്യൻസ് മാറിപ്പോവാ, അല്ലെങ്കിൽ സൈറ്റ് മാറിപ്പോവാ, അല്ലെങ്കിൽ റോങ് സർജറി ചെയ്യുക. അതുവഴി എന്താണ് ആ പേഷ്യൻസിന് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള എത്ര കേസുകൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? നെക്സ്റ്റ്, സ്റ്റാൻഡേർഡൈസ്ഡ് മോർട്ടാലിറ്റി റേറ്റ് ഇൻ ICU. ICUലെ മോർട്ടാലിറ്റി റേറ്റ് അല്ലെ? ICUല് അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന അഡ്മിറ്റ് ആക്കിയ പേഷ്യൻസിലെ 8 പേർക്ക് മരണം സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ പെർസെന്റേജ് റേഷ്യോ നോക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ഇന്റൻസീവ് കെയർ യൂണിറ്റില് പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കിയിട്ട് അതിൽ എത്ര പേർക്ക് മരണം സംഭവിച്ചിട്ടുണ്ട് അതിന്റെ റേഷ്യോ നോക്കുന്നു. റിട്ടേൺ ടു ദി എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ 72 hours with similar presenting complaints. ഇപ്പൊ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഒരു പേഷ്യൻസിന് എന്താണ് നെഞ്ചുവേദനയായിട്ടോ അല്ലെങ്കിൽ അബ്ഡോമിൻ പെയിൻ ആയിട്ടോ കൊണ്ടുവരികയാണ് ഒരു പേഷ്യൻസിനെ. അപ്പൊ ആ പേഷ്യൻസിനെ കൊണ്ടുവന്ന് അവർ ചെക്കപ്പ് ഒക്കെ നടത്തി അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് അവർ ഓക്കെ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് പറഞ്ഞു വിടും അല്ലെ? അങ്ങനെ പറഞ്ഞു വിട്ടിട്ട് 72 മണിക്കൂർ അതല്ല അത് 3 ദിവസം അല്ലെ, 72 മണിക്കൂർ അല്ലെങ്കിൽ 3 ദിവസം ആവുന്നതിന് മുമ്പ് ആ സെയിം പ്രോബ്ലം ഇപ്പൊ അബ്ഡോമിൻ പെയിൻ ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ സെയിം പ്രോബ്ലം ആയിട്ട് അവരെ വീണ്ടും കൊണ്ടുവരിക ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്. അങ്ങനെ എത്ര കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്? എന്തായിരിക്കും അവർക്ക് വീണ്ടും വന്നത്? കറക്റ്റ് രീതിയിൽ ചെക്കപ്പ് നടത്താണ്ടല്ലേ അല്ലേ? കൂടുതലായിട്ടുള്ള ചെക്കപ്പുകൾ നടത്താണ്ടല്ലേ ഇത്? അപ്പൊ എന്താണ് അങ്ങനെ എത്ര കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ക്ലിയർ ആയത്? നെക്സ്റ്റ്, catheter related urinary tract infection rate. Catheterization-മായി ബന്ധപ്പെട്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എത്ര എണ്ണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ റേഷ്യോ റേറ്റ് എത്രയാണ്? ഇപ്പൊ നമുക്കറിയാം കത്തീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? യൂറിൻ പോവാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ ട്യൂബ് ഇടും അല്ലേ? ട്യൂബ് ഇടും. അപ്പൊ ആ ട്യൂബ് ഇത്ര ദിവസം കഴിയുമ്പോ മാറ്റണം എന്നൊക്കെ ഉണ്ടോ? ചേഞ്ച് ചെയ്യണം അല്ലെ? അല്ലെങ്കിൽ അവർക്ക് എന്തുവരും? ഇൻഫെക്ഷൻസ് വരില്ലേ? അപ്പൊ അങ്ങനെയൊന്നും ചെയ്യാണ്ട് അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം അല്ലെ? അതല്ല, കറക്റ്റ് രീതിയിലല്ല ആ ട്യൂബ് ഇൻസേർട്ട് ചെയ്തിരുന്നെങ്കിൽ എന്താ അപ്പോഴും വരാലോ ഇൻഫെക്ഷൻസ്. ഹൈജീനിക് അല്ലെങ്കിലും വരാം അല്ലെ ഇൻഫെക്ഷൻസ്. ഹൈജീനിക് അല്ലെങ്കിലും വരാം. അപ്പൊ അങ്ങനെ യൂറിനറി ട്രാക്ട് കത്തീറ്റേഴ്സുമായി ബന്ധപ്പെട്ട് എത്ര ഇൻഫെക്ഷൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹോസ്പിറ്റലില്? നെക്സ്റ്റ്, സെൻട്രൽ ലൈൻ റിലേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ. സെൻട്രൽ ലൈൻ റിലേറ്റഡ് ബ്ലഡ് സ്ട്രീം എന്ന് പറഞ്ഞാൽ നമ്മുടെ വെയിനിലേക്ക് നേരിട്ട് വെന്റിലേറ്ററിലൊക്കെ കിടക്കുമ്പോ അല്ലെ? ഓക്കെ, സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെയിനിലേക്ക് നേരിട്ട് ഇഞ്ചക്ഷൻ കൊടുക്കും അല്ലെ? മെഡിസിന് കൊടുക്കും, ഗ്ലൂക്കോസ് ഇടും അല്ലേ? അതൊക്കെ ചെയ്യാറില്ലേ? അതല്ലെങ്കിൽ നമുക്ക് എന്താണ് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുന്നതിന് വേണ്ടി ബ്ലഡ് എടുക്കുന്നത് എങ്ങനെയാ? നേരിട്ട് വെയിനിൽ നിന്നല്ലേ എടുക്കുന്നത്. അപ്പൊ അങ്ങനെ എത്ര പേർക്ക് ഇൻഫെക്ഷൻ നടത്തിയിട്ടുണ്ട്? അപ്പൊ ഇതൊക്കെ എങ്ങനെയാ ചെയ്യുന്നത്? സിറിഞ്ച് വഴിയാണോ നേരിട്ട് ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്? സിറിഞ്ച് വഴിയാണോ? അപ്പൊ ഒരാളിൽ ഉപയോഗിച്ച സിറിഞ്ചാണ് ഉപയോഗിച്ചത് എന്ത് പറ്റും? ഇൻഫെക്ഷൻ വരാം അല്ലെ?
അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ ഹോസ്പിറ്റലില്. അങ്ങനെ സെൻട്രൽ ലൈൻ റിലേറ്റഡ് ബ്ലഡ് സ്ട്രീമുമായി ബന്ധപ്പെട്ട് എത്ര ഇൻഫെക്ഷൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ഈ പറഞ്ഞില്ല അല്ലെ, ഓക്കെ പറയാട്ടാ, എന്തെങ്കിലും മിസ്സായി പോയതാണ്. വെന്റിലേറ്റർ റിലേറ്റഡ് ന്യൂമോണിയ റേറ്റ്, വെന്റിലേറ്ററിൽ കിടത്തിയിരിക്കുന്ന പേഷ്യൻസിൽ എത്ര പേർക്ക് ന്യൂമോണിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ഈ ന്യൂമോണിയ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ളൂ, HIA പഠിച്ചു. എന്താണ് ന്യൂമോണിയ? എന്ത് അസുഖമാണ്? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ആണോ? എക്സാമ്പിൾ അല്ലേ ന്യൂമോണിയ. അപ്പൊ എന്താ, വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ച പേഷ്യൻസിൽ എത്ര പേർക്ക് ഇങ്ങനെയുള്ള ന്യൂമോണിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ക്ലിയർ ആയോ? നെക്സ്റ്റ് ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ്. ഫീവർ ആണ്. ഫീവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലങ്സിനെ ബാധിക്കുന്നതാണ് അല്ലെ. ന്യൂമോണിയ നമ്മുടെ ലങ്സിനാണ് ന്യൂമോണിയ ബാധിക്കുന്നത്. അത് എത്ര പേർക്ക് അങ്ങനെ വെന്റിലേറ്ററിൽ കിടത്തിയിരിക്കുന്ന പേഷ്യൻസിൽ എത്ര പേർക്ക് ന്യൂമോണിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? അതിങ്ങനെ ഒരു ടൈം പീരീഡ് ഉണ്ട് കേട്ടോ. അത്രയും പേഷ്യൻസിലായിരിക്കും നോക്കുന്നത്. ചിലപ്പോ 1 വർഷം അല്ലെങ്കിൽ 1000 പേഷ്യന്റ് ഡേയ്സ്, അങ്ങനെ ഒരു ടൈം പീരീഡ് ഉണ്ടാവും. അതിലായിരിക്കും ഈ ന്യൂമോണിയ ഒക്കെ നോക്കുന്നത്. അതല്ല 1-2 ദിവസത്തെ പേഷ്യൻസിന്റെ ആയിരിക്കില്ല. ഇപ്പൊ 100 ദിവസം അതല്ലെങ്കിൽ ഒരു വർഷം അവിടെ അഡ്മിറ്റ് ആക്കിയ പേഷ്യൻസിൽ, ആകെ പേഷ്യൻസിൽ എത്ര പേർക്ക് ന്യൂമോണിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ലോങ് ടേം ആയിട്ട്? അങ്ങനെ 1000 ഡേയ്സോ അങ്ങനെയൊക്കെ നോക്കിങ്ങാണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണാനുള്ളത് ക്വാളിറ്റി അഷുറൻസ് ഓഫ് നാവിൽ പറയുന്നുണ്ട് ആ ഇക്വേഷൻസ് കേട്ടോ. നെക്സ്റ്റ് ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ്. ഹാൻഡ് ഹൈജീനുമായി ബന്ധപ്പെട്ട് എത്ര കംപ്ലൈൻസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഇപ്പൊ നമ്മൾ പഠിച്ചപ്പോ പഠിച്ചു അല്ലെ. എന്താണ്, ഡോക്ടർ അല്ലെങ്കിൽ സ്റ്റാഫുകൾ, മെഡിക്കൽ സ്റ്റാഫുകൾ പേഷ്യൻസിന് ചെക്കപ്പ് ചെയ്യുന്നതിന് മുമ്പും ശേഷവും എന്ത് ചെയ്യാം? കൈകൾ നല്ല രീതിയിൽ കഴുകുക അല്ലെ, ഹാൻഡ് വാഷ് ചെയ്യാം. പഠിച്ചോ? എന്തുകൊണ്ടാണ് പറയുന്നത്? ഹാൻഡ് വാഷ് ചെയ്യുക എന്തുകൊണ്ടാണ്? ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുക അല്ലെ. എന്ത് രീതിയിൽ ഇപ്പൊ എന്താണ്, ഓപ്പറേഷൻ തിയേറ്റേഴ്സിലായിക്കോട്ടെ, ICUയിലായിക്കോട്ടെ, ഏതൊരു സെക്ഷനിലും ഒരു പേഷ്യന്റിനെ ചെക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? നമുക്ക് കൈയൊക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കിയിട്ടുണ്ടാവണം അല്ലെ, അല്ലെങ്കിൽ എന്തുവരും? ഇൻഫെക്ഷൻസ് വരും. അങ്ങനെ ഹാൻഡ് ഹൈജീൻ അല്ലാതെ എത്ര കംപ്ലൈൻസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ക്ലിയർ ആയത്? നെക്സ്റ്റ് ഇപ്പൊ നമ്മ പറഞ്ഞു HIAയിൽ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഹോസ്പിറ്റലിലെ എല്ലാ ഏരിയാസിലും നമുക്ക് ഇൻഫെക്ഷൻസ് വരാം അല്ലെ. മിക്ക ഏരിയയാണ് എന്താണ്, ഈ ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുള്ള പേഷ്യൻസ് എവിടെയൊക്കെ തൊട്ടോ അവിടെയൊക്കെ നമ്മൾ ടച്ച് ചെയ്താൽ നമുക്ക് ഇൻഫെക്ഷൻ വരാമല്ലോ. അപ്പൊ എന്ത് ചെയ്യണം? മെഡിക്കൽ സ്റ്റാഫുകൾ നല്ല രീതിയിൽ ഹാൻഡ് ഹൈജീൻ ചെയ്യണം അല്ലെ, കൈകൾ വൃത്തിയാക്കണ്ടേ. അപ്പൊ അങ്ങനെ പ്രോപ്പർ ശരിയായ രീതിയിൽ കൈകൾ വൃത്തിയാക്കാതെ അതുമായി ബന്ധപ്പെട്ട് എത്ര കംപ്ലൈൻസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ്. സർജറി റീഷെഡ്യൂൾ ചെയ്യാം. എന്തായിരിക്കും സർജറി റീഷെഡ്യൂൾ ചെയ്യാന്ന് പറഞ്ഞാല്? എന്താണ്, ഇപ്പൊ നമ്മ ഒരു ഹോസ്പിറ്റലിൽ ചെന്നിട്ട് നമ്മളടുത്ത് പറയാണ് നെക്സ്റ്റ് വീക്ക് ട്യൂസ്ഡേ വാട്ടാ നമുക്ക് സർജറി ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യും? നമ്മളോട് ഒരുപാട് ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടായിരിക്കും അല്ലെ. ചിലപ്പോ എന്താണ്, ഈ ഷുഗർ ഉള്ള പേഷ്യൻസ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉള്ള പേഷ്യൻസ് അല്ലെങ്കിൽ BP ഉള്ള പേഷ്യൻസിനൊക്കെ എന്ത് കൊടുക്കും? ചിലപ്പോ അതൊക്കെ അതിന്റെ ലെവലൊക്കെ താഴാൻ വേണ്ടി മെഡിസിൻ ഒക്കെ കൊടുത്തിട്ടല്ലേ ആ ഡേറ്റ് അവർ ഫിക്സ് ചെയ്യുന്നത്? ആണോ? ആണ്. അപ്പൊ അവർ ആ ഡേറ്റിന് നെക്സ്റ്റ് ട്യൂസ്ഡേ വരുമ്പോ അവരെടുത്ത് പറയും, സർജറി ചെയ്യാനായിട്ട് വരുമ്പോ പറയണം എന്താണ്, സർജറിയുടെ ഡേറ്റ് മാറ്റിയിട്ടുണ്ട്. എന്താണ്, ചിലപ്പോ അനസ്തേഷ്യ ഡോക്ടർ ഇല്ല അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടെക്നിക്കൽ പ്രോബ്ലംസ് ആയിട്ട് എന്താണ് സർജറിയുടെ ഡേറ്റ് മാറ്റിയിട്ടുണ്ട്. നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ
ഇന്ന ദിവസം വന്ന് സർജറി ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ വീണ്ടും ആ പേഷ്യൻസിന് മരുന്നുകൾ കഴിക്കേണ്ടി വരാം അല്ലെ. ഈ ഷുഗർ, പ്രഷർ അങ്ങനെയുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനും ചിലപ്പോ എന്താണ് ടെസ്റ്റുകൾ വീണ്ടും നടത്തേണ്ടി വരാം. ഇല്ല ഇപ്പൊ ചെയ്തിരിക്കുന്ന ടെസ്റ്റുകൾ വീണ്ടും അവർക്ക് ചെയ്യേണ്ടി വരാം അല്ലെ. അതൊക്കെ ഒരു ഇഷ്യൂ അല്ലേ റീഷെഡ്യൂൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള എന്താണ് സർജറികള് റീഷെഡ്യൂൾ ചെയ്യുന്നതിന്റെ എത്ര പെർസെന്റേജ് അങ്ങനെയുള്ള സംഭവങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. നെക്സ്റ്റ്, ടേൺ അറൗണ്ട് ടൈം ഫോർ ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് കമ്പോണൻസ്. ടേൺ അറൗണ്ട് ടൈം എന്താണ്? ടേൺ അറൗണ്ട് ടൈം മിസ് ലബോറട്ടറി എടുത്തപ്പോ പറഞ്ഞു. ടേൺ അറൗണ്ട് എന്താണ്? ടേൺ അറൗണ്ട് നമ്മൊരു സാമ്പിള് ലബോറട്ടറിയിൽ കൊടുത്തിട്ട് അതിന്റെ റിസൾട്ട് കിട്ടാൻ എടുക്കുന്ന ആ ടൈം പീരീഡ് അല്ലെ. നമ്മിപ്പോ ബ്ലഡ് അതല്ലെങ്കിൽ സെല്ല് അല്ലെങ്കിൽ ടിഷ്യൂസ് അല്ലെങ്കിൽ യൂറിനൊക്കെ ലാബിൽ കൊടുത്തിട്ട് അതിന്റെ റിസൾട്ട് എടുക്കാൻ എടുക്കുന്ന ആ കാലദൈർഘ്യമില്ലേ, ടൈം പീരീഡ്, അതിനെയാണ് ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത്. ആ ടേൺ അറൗണ്ട് ടൈമില് എന്തെങ്കിലും ഇഷ്യൂസ്, പ്രോബ്ലങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര എണ്ണം ഉണ്ട്? ഇപ്പൊ നമുക്കറിയാം ചിലപ്പോ നമ്മൾ ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിയുമ്പോ നമ്മുടെ അടുത്ത് എന്ത് പറയാം, ജസ്റ്റ് ഡോക്ടർ ചെക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പറയും അല്ലെ, ഒന്നില്ലെങ്കിൽ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് വാ അല്ലെങ്കിൽ യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ട് വാ, എന്നിട്ട് നമുക്ക് മെഡിസിൻ എഴുതി തരാന്ന് പറയാറുണ്ടോ ഡോക്ടർ? പറയാറുണ്ടോ? അപ്പൊ നമ്മ എന്താണ് ലാബിൽ കൊണ്ടുപോയി ബ്ലഡോ യൂറിനോ കൊടുത്തു കഴിഞ്ഞിട്ട് അവര് പറയാണ് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് റിസൾട്ട് തരാം. അപ്പൊ നമ്മ എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്തിരിക്കണം അല്ലെ റിസൾട്ട് കിട്ടാൻ വേണ്ടി. എന്നിട്ട് അവരാ പറഞ്ഞ 2 മണിക്കൂർ കഴിഞ്ഞു, 3 മണിക്കൂർ 4 മണിക്കൂറായി. അപ്പൊ എന്ത് ചെയ്യും? ചിലപ്പോ ഡോക്ടർ പോകാലോ, എണീച്ച് ഒപ്പിന്ന് പോകാലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് അപ്പൊ എന്ത് ചെയ്യും? പൊതുവെ പേഷ്യൻസ് മിക്സ്ഡ് അല്ലേ, ദേഷ്യമുള്ള ആംഗ്രി പേഷ്യൻസ് ആണെങ്കിൽ എന്തെറ്റും ദേഷ്യമുള്ള പേഷ്യൻസ് അവിടെ പ്രശ്നം ഉണ്ടാക്കാലോ, ഹോസ്പിറ്റലിൽ പ്രശ്നം ഉണ്ടാക്കാലോ. ദേഷ്യപ്പെടും അല്ലെ, പ്രോബ്ലംസ് ഉണ്ടാക്കാം അല്ലെ. അപ്പൊ അങ്ങനെ ടേൺ അറൗണ്ടുമായി ബന്ധപ്പെട്ട് എന്താണ് നമ്മുടെ ലബോറട്ടറി ബ്ലഡ് കൊടുത്തിട്ട് അല്ലെങ്കിൽ കമ്പോണൻസ് കൊടുത്തിട്ടോ അതിന്റെ റിസൾട്ട് എടുക്കുന്ന ആ ടൈം പീരീഡിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ റേഷ്യോ അല്ലെങ്കിൽ അതിന്റെ റേറ്റ് നോക്കുന്നു. നെക്സ്റ്റ്, നഴ്സ് പേഷ്യന്റ് റേഷ്യോ ഫോർ ICU ആൻഡ് വാർഡ്. നമ്മ ICU പഠിച്ചാല ഇന്റൻസീവ് കെയർ യൂണിറ്റ്, അതില് വാർഡ് പഠിച്ചു അല്ലെ. അപ്പൊ അതിലൊക്കെ നമുക്ക് എന്ത് പറയുന്നുണ്ട്? പേഷ്യൻസിന്റെ നഴ്സിന്റെ റേഷ്യോ പറയുന്നുണ്ട് അല്ലെ. ICUൽ എന്താണ് 1:1 or 1:2 അല്ലെ. ഒരു പേഷ്യന്റിനും ഒരു നഴ്സ്, അതല്ലെങ്കിൽ 2 പേഷ്യന്റിനും ഒരു നഴ്സ് അല്ലെ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു റേഷ്യോ വെക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാ റേഷ്യോ വെക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാ? അത്രയും പേഷ്യൻസിന് കറക്റ്റ് പരിചരണം ലഭിക്കാൻ വേണ്ടിയിട്ടല്ലേ, ആ കെയർ കൂടുതൽ കിട്ടാൻ അല്ലെ. ICUലൊക്കെ എന്താണ് കൂടുതൽ ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള പേഷ്യൻസ് ആയിരിക്കും കിടക്കുന്നത് അല്ലെ. അവർക്ക് കെയർ കൂടുതലായിട്ട് ആവശ്യമായിട്ട് വരും. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ? ആ റേഷ്യോയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? ഇപ്പൊ എന്താണ്, ഇപ്പൊ 4 പേഷ്യന്റിനാണ് ഒരു നഴ്സ് എന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ കറക്റ്റ് രീതിയിൽ നടക്കുമോ? പേഷ്യൻസിന് എല്ലാവർക്കും നല്ല കെയർസ് കിട്ടുമോ? ICUല് ഇല്ല അല്ലെ. അവർക്ക് എന്താണ് ബുദ്ധിമുട്ട് വരും. എന്താണ് അവിടെ നമ്മ ഫുൾ ആയിട്ടല്ലേ ഫുൾ ടൈം ഒബ്സർവേഷൻ ചെയ്യണോ ICUലെ പേഷ്യൻസിനൊക്കെ? ICUലെ പേഷ്യൻസിനെ നമുക്ക് ഫുൾ ആയിട്ട് ഒബ്സർവ് ചെയ്ത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം അല്ലെ. അപ്പൊ അതിനെന്ത് വരും? തടസ്സങ്ങൾ നേരിടും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും റേഷ്യോ അല്ലെ, നഴ്സ് ആൻഡ് പേഷ്യന്റ് റേഷ്യോ ഫോർ ICU ആൻഡ് വാർഡ്സ്, ഇതിൽ എന്തെങ്കിലും വേരിയേഷൻസ് വ്യത്യാസങ്ങൾ സംഭവിക്കുന്നുണ്ടോ? അതേപോലെ വാർഡിൽ എന്താണ്, വാർഡിൽ ഒരുപാട് പേഷ്യൻസ് ഉണ്ടാവും അല്ലെ. നമ്മ പറഞ്ഞു എന്താണ്, ഒരേ സെയിം പ്രോബ്ലം ഉള്ള ഒരുപാട് ആളുകളെ ഒന്നിച്ചു കിടക്കുന്നതാണ് അല്ലെ വാർഡ്. സെയിം ട്രീറ്റ്മെന്റ് ആവശ്യമായ പേഷ്യൻസിനെ അപ്പൊ എന്താ ഒരുപാട് പേഷ്യൻസ് ഉണ്ടാവും. അപ്പൊ അവർക്ക് അത്രയും ആവശ്യമായിട്ടുള്ള നഴ്സ് വേണ്ടി അവിടെ ആ വാർഡിലെ പ്രവർത്തനങ്ങൾക്ക്.
അപ്പൊ ആ റേഷ്യോയിൽ എന്തെങ്കിലും വേരിയേഷൻസ് വ്യത്യാസങ്ങൾ സംഭവിക്കുന്നുണ്ടോ? അങ്ങനെ വ്യത്യാസങ്ങൾ സംഭവിച്ചാൽ എന്താ, ആ ഏരിയയിലെ മൊത്തം പ്രവർത്തനങ്ങളെ ബാധിക്കും അല്ലെ, എഫക്ട് ചെയ്യില്ലേ? ഐസിയുലായാലും വാർഡിലായാലും മൊത്തം പ്രവർത്തനങ്ങളെ ബാധിക്കില്ലേ? ക്ലിയർ ആയത്? മിസ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതെന്ന് വെച്ചാല്, ഇനി ഞാൻ മിസ് പറഞ്ഞില്ലേ ക്വാളിറ്റി അഷുറൻസ് ഓഫ് നാബ്, അപ്പൊ അതിന്റെ ഇക്വേഷൻ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. നെക്സ്റ്റ്, വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ. ഔട്ട് പേഷ്യന്റ് ഒപ്പി ഇല്ല, കൺസൾട്ടേഷന് വേണ്ടി നമ്മൾ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ അല്ലെ? വെയിറ്റിംഗ് ടൈം നോക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ നമുക്ക് ഒരുപാട് ടൈം വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? കുറച്ച് സമയത്തിനുള്ളിൽ ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെന്റ് എടുത്ത് പോണല്ലേ, അതല്ലേ എല്ലാവരും ആഗ്രഹം? ഒരുപാട് നേരം നമ്മ ഹോസ്പിറ്റലിൽ ചെലവാക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടോ? അപ്പൊ എന്താ വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ. ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷന് വേണ്ടി എത്ര സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? നെക്സ്റ്റ്, വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്. നമ്മുടെ രോഗനിർണയം നടത്തുന്നതിന് വേണ്ടി എത്ര സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? അപ്പൊ എന്താണ്, ചിലപ്പോൾ ഡോക്ടർ എക്സാമിനേഷൻ റൂമിലായിരിക്കാം അല്ലെ, അതല്ലെങ്കിൽ എന്താണ് ലാബ് ടെസ്റ്റുകൾ ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് കിട്ടാനാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊസീജിയർ നടന്നിട്ട് അതിന്റെ റിസൾട്ട് കിട്ടാനാവാം അല്ലെ. അപ്പൊ അതൊക്കെ കഴിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് രോഗനിർണയം നടത്താൻ പറ്റുള്ളൂ അല്ലേ? ഒന്നില്ലെങ്കിൽ ഡോക്ടർ നമ്മളെ എക്സാമിനേഷൻ ചെയ്തിട്ടൊക്കെ അല്ലെ, വിലയിരുത്തിയിട്ടൊക്കെ ആയിരിക്കും നമ്മുടെ രോഗം പറയുന്നത്, അതല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റുകൾ നടത്തിയിട്ടൊക്കെ നമുക്ക് ഡയഗ്നോസിസ് നടത്തുന്നത്. അപ്പൊ അതിനു വേണ്ടി എത്ര സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? നെക്സ്റ്റ്, സ്റ്റോക്ക് ഔട്ട് റേറ്റ് ഓഫ് എമർജൻസി മെഡിക്കേഷൻ. എമർജൻസി മെഡിക്കേഷൻസിന്റെ സ്റ്റോക്ക് ഔട്ട് തീർന്നോ? അത് നല്ലൊരു കാര്യമാണോ ഹോസ്പിറ്റലില്? എമർജൻസി മെഡിക്കേഷൻസിന്റെ സ്റ്റോക്ക് തീർന്നു എന്ന് പറഞ്ഞേ ഇല്ല അല്ലെ, അവിടെ എന്ത് ചെയ്യണം, ആ കറക്റ്റ് അളവിൽ അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം അല്ലെ. എമർജൻസി മെഡിസിനുകള് അവർക്ക് എപ്പോഴാണ്, ഏത് സാഹചര്യത്തിലാണ്, ഏത് പേഷ്യൻസിനാണ് അല്ലെ, ഏത് സമയത്താണ് ആവശ്യമായി വരിക എന്ന് പറയാൻ പറ്റുമോ എമർജൻസി മെഡിക്കേഷൻ? ഇല്ല അല്ലെ, എപ്പോ വേണമെങ്കിലും അവർക്ക് ആവശ്യമായിട്ട് വരാം അല്ലെ, ഏത് സിറ്റുവേഷനിലും. അപ്പൊ എന്താണ്, അങ്ങനെയുള്ള എമർജൻസി മെഡിക്കേഷന്റെ സ്റ്റോക്ക് ഔട്ട് ആയി പോവുക അല്ലെ, സ്റ്റോക്ക് തീർന്നു പോവുക. ഇപ്പൊ ഒരു ബ്ലീഡിംഗ് ആയിട്ട് ഒരു പേഷ്യൻസിനെ, ആക്സിഡന്റ് ഒക്കെ പറ്റി ബ്ലീഡിംഗ് ആയിട്ട് ഒരു പേഷ്യൻസിനെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കൊണ്ടുവരാണ്, നമ്മൾ ഉടനടി എന്ത് കൊടുക്കണം, ആ ബ്ലീഡിംഗ് നിർത്താനുള്ള മരുന്ന് കൊടുക്കണം അല്ലെ, ഇഞ്ചക്ഷനോ മരുന്നോ കൊടുക്കണ്ടേ? കൊടുക്കണോ? ആ സമയത്ത് ആ മരുന്ന് അവിടെ ഇല്ലെങ്കിൽ എന്താ, ആ സമയത്ത് ആ മെഡിസിൻ അവിടെ സ്റ്റോക്ക് ഇല്ല, സ്റ്റോക്ക് തീർന്നു പോയേക്കാണ്. ഒന്നില്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും അത് വരുത്തേണ്ടി വരും അല്ലെ, വേറെ എവിടെന്നെങ്കിലും അത് വരുത്തേണ്ടി വരും. അതല്ലെങ്കിൽ എന്താണ്, പേഷ്യൻസിനെ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ അവിടെ എന്ത് വരികയാണ്, ടൈമിന്റെ ലാഗ് വരികയാണ് അല്ലെ, ആണോ? അപ്പൊ എന്താ വെച്ചാൽ ചിലപ്പോ ആ പേഷ്യൻസിന്റെ മരണം തന്നെ സംഭവിക്കാമല്ലോ, ഹെൽത്ത് ഇഷ്യൂസ് വരാം, ആ മരണം വരെ സംഭവിക്കാം. അപ്പൊ എന്താ, അങ്ങനെ എമർജൻസി മെഡിസിന്റെ സ്റ്റോക്ക് ഔട്ട് ആവുക. ക്ലിയർ ആയത്? നെക്സ്റ്റ്, പേഷ്യന്റ് ഫോൾ റേറ്റ്. പേഷ്യൻസ് വീഴാം, അങ്ങനെ ഇപ്പൊ ഹോസ്പിറ്റലിൽ വന്നിട്ട് സ്ലിപ്പായി പോവാം, അങ്ങനെയൊക്കെ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ ഹോസ്പിറ്റലിന്റെ ഉള്ളില്? ഇപ്പൊ നമുക്കറിയാം ഹോസ്പിറ്റലില് സർജറി ഒക്കെ ചെയ്യുന്ന പേഷ്യൻസ് അനസ്തേഷ്യ ഒക്കെ കൊടുക്കുമല്ലോ, അവർ അബോധാവസ്ഥയിലായിരിക്കും അല്ലെ, മൈൻഡ് അത് മയക്കത്തിലായിരിക്കുമല്ലോ. അതല്ലെങ്കിൽ ലേബർ റൂമിന്ന് ഡെലിവറി കഴിഞ്ഞിട്ട് ആ പേഷ്യൻസിനെ കൊണ്ടുപോകുന്നതൊക്കെ എങ്ങനെയാ, വീൽ ചെയറിലല്ലേ? എന്തുകൊണ്ടാണത്? വീൽ ചെയർ എന്താണ്, ചിലപ്പോ അവരെന്താണ് അബോധാവസ്ഥയിലായിരിക്കും അല്ലെ, പകുതി മൈൻഡിലായിരിക്കാം അല്ലെ,
അപ്പൊ അവരെന്ത് വെച്ചും ചിലപ്പോ കുഴഞ്ഞു പോകാം അല്ലെ, അല്ലെങ്കിൽ തകർക്കം സംഭവിക്കാം അല്ലേ? ആണോ? അപ്പൊ വീഴ്ച അതല്ലെങ്കിൽ എന്താണ് ഹോസ്പിറ്റലിൽ തെന്നി വീഴാ, ബാത്റൂമിൽ തെന്നി വീഴാ, അല്ലെങ്കിൽ ഒരുപാട് എക്യുപ്മെന്റ്സുകൾ സാധനങ്ങളൊക്കെ ഇരിക്കുമ്പോ അവിടെ ഞാൻ കാല് തട്ടിയൊക്കെ വീഴില്ലേ, വീഴ്ച സംഭവിക്കില്ലേ പേഷ്യൻസിന്? അപ്പൊ അങ്ങനെ എന്തെങ്കിലും വീഴ്ച പേഷ്യൻസിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, വീണിട്ടുണ്ടെങ്കിൽ അതിന്റെ പെർസെന്റേജ് റേറ്റ് നോക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ്. എന്താണ് നീഡിൽ സ്റ്റിക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഞ്ചുറീസ്, പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഇൻസിഡന്റ് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ പെർസെന്റേജ് നോക്കുന്നുണ്ട്. ഇപ്പൊ എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത നഴ്സുമാരൊക്കെ എന്ത് ചെയ്യും, നമുക്ക് നീഡിലോ കുത്തുമ്പോ ചിലപ്പോ അവർക്ക് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ആ വെയിനിലേക്ക് കയറ്റാൻ പറ്റില്ല അല്ലെ? കയറ്റാൻ പറ്റുമോ? അപ്പൊ അവരെന്ത് ചെയ്യും, 2 or 3 സ്ഥലത്തൊക്കെ ഇട്ട് കുത്താറിട്ടുണ്ടോ? ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഒരു അനുഭവം, എക്സ്പീരിയൻസ്? വെയിൻ കിട്ടില്ല, അവർക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് അപ്പൊ അങ്ങനെ എന്തെങ്കിലും പരിക്കുകൾ സംഭവിക്കുക, ചിലപ്പോ മുറിവ് പറ്റാം അല്ലെ? അപ്പൊ അങ്ങനെ എന്തെങ്കിലും പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ റേറ്റ് നോക്കുന്നുണ്ട്. പല രീതിയിലാവട്ടെ. ഇപ്പൊ എന്താണ്, ഇപ്പൊ നമുക്ക് ഇഞ്ചക്ഷൻ ഒക്കെ കൊടുക്കണമെങ്കിൽ, ഇപ്പൊ നമ്മളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യും ആ ഒരു കൂടുതൽ കുട്ടികൾക്കാണ് അല്ലെ സംഭവിക്കാറ്. അവരെ വെയിൻ വീക്ക് ആയിരിക്കും, പെട്ടെന്ന് കിട്ടില്ല അല്ലെ, പെട്ടെന്ന് കിട്ടില്ല അവരെ വെയിൻ. അപ്പൊ എന്താണ്, ഈ എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത സിസ്റ്റർമാരൊക്കെ അവിടെ ഇവിടെ ഒക്കെ കുത്തും. ചിലപ്പോ അവിടെ നിന്ന് ഇങ്ങനെ ബ്ലീഡിങ് വരാനുള്ള സാധ്യതയൊക്കെ കൂടുതലായിട്ട് ബ്ലഡ് ഇങ്ങനെ വരും നിൽക്കാണ്ട് ഏ പിന്നെ അവിടെ ഇങ്ങനെ മുളച്ചു വരും, തടിച്ചിങ്ങനെ വീർത്ത് വരും അല്ലെ, പല കാര്യങ്ങൾ സമർപ്പിക്കാം. പിന്നെ എന്താണ്, മുറിവ് പറ്റാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻസുകൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ, അതിന്റെ റേറ്റ് നോക്കുന്നു. നെക്സ്റ്റ്, suitable handovers during shift changes separate for doctors and nurses. ഇപ്പൊ നമുക്കറിയാം ഹോസ്പിറ്റലിൽ ഷിഫ്റ്റ് ചെയ്യും അല്ലെ, ഡ്യൂട്ടി ഷിഫ്റ്റ് ചെയ്യുമല്ലോ, രാവിലെ ഡേയും നൈറ്റും ആയിരിക്കും. അപ്പൊ എന്താണ്, ഡേ ടൈം കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും, നൈറ്റ് ഷിഫ്റ്റിലേക്ക് കയറുന്ന ആ നഴ്സിന് അല്ലെങ്കിൽ ഡോക്ടർക്ക് ഈ പേഷ്യൻസിനെ ഹാൻഡ് ഓവർ ചെയ്യണോ? വേണം അല്ലെ? എന്താണ്, അവർക്ക് ഏതൊക്കെ മെഡിസിൻ കൊടുത്തിട്ടുണ്ട് അല്ലെ, ലാസ്റ്റ് ഏത് മെഡിസിൻ ആണ് കൊടുത്തേക്കുന്നത്, ഇനി ഏതൊക്കെ മെഡിസിൻ കൊടുക്കണം അല്ലെ, ഇനി ഇഞ്ചക്ഷൻ ഉണ്ടെങ്കിൽ അത് എപ്പോഴാണ് ചെയ്യേണ്ടത്, എല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ടോ? പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ശരിയായ രീതിയിലല്ലാത്ത ഹാൻഡ് ഓവേഴ്സ് നടക്കുന്നത്. അതെന്താണ്, ഒരു തെറ്റാണ് അല്ലെ? ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റിയെ ബാധിക്കുന്ന കാര്യമല്ലേ ഇത്? ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റിയെ ബാധിക്കുന്ന കാര്യമല്ലേ? അപ്പൊ സ്യൂട്ടബിൾ ഹാൻഡ് ഓവേഴ്സ് ഡ്യൂറിങ് ഷിഫ്റ്റ് ചേഞ്ച്. നമ്മൾ ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുന്ന ഡേയും നൈറ്റും ഒക്കെ ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലല്ലാതെ ഹാൻഡ് ഓവേഴ്സ് കൈമാറ്റം നടത്തുക. കംപ്ലൈൻസ് റേറ്റ് ടു മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻസ് ഇൻ പ്രിസ്ക്രിപ്ഷൻസ് ക്യാപിറ്റൽ രീതിയിൽ മരുന്നുകൾ എഴുതി കൊടുത്തിട്ട് അതിൽ എന്തെങ്കിലും കംപ്ലൈൻസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പെർസെന്റേജ് റേറ്റ് നോക്കുന്നുണ്ട്. ക്ലിയർ ആയത്? ഇത്രയും ഭാഗം ക്ലിയർ ആയോ? കീ ഇൻഡിക്കേറ്റേഴ്സ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം നോക്കിയായോ? 32 എണ്ണം നോക്കിയേ. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് എന്താണ്? സോറി, നാബ് ഡോക്യുമെന്റേഷൻ റിക്വയർമെന്റ്സ് അല്ലെ, നാബിന്റെ ഡോക്യുമെന്റേഷന് വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഹോസ്പിറ്റൽ എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമായിട്ടുണ്ട്. അതിൽ ആദ്യം നമ്മൾ പറഞ്ഞത് എന്താണ്? മാനുവൽ അല്ലെ, സേഫ്റ്റി മാനുവൽ, ക്വാളിറ്റി മാനുവൽ ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ മാനുവൽ. നെക്സ്റ്റ് പറയുന്നത് 8 കമ്മിറ്റി വേണം. ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് 8 കമ്മിറ്റി വേണം.
മൂന്നാമത് പറയുന്നത് എന്താണ്, അവര് 2 നിർബന്ധമായിട്ടുള്ള കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് അവർ മെഷർ ചെയ്യുന്നുണ്ട് അല്ലെ, അളക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് സൈനേജ് ഫയലുകൾ. ദാറ്റ് ഇൻക്ലൂഡ്സ് പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. എന്താണ് സൈനേജുകൾ, അടയാളങ്ങൾ അല്ലെ, നമ്മ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ എന്താണ് അടയാളങ്ങളായിട്ടും സൈനുകളായിട്ടും എഴുതിയ രീതിയിലും ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് നമുക്ക് തരുന്നുണ്ടോ ഇൻസ്ട്രക്ഷൻസ്. ഇത് റേഡിയോളജി സെക്ഷൻ ആണ്, അല്ലെങ്കിൽ ഇത് എന്താണ് റേഡിയേഷൻ സെക്ഷൻ ആണ്, അല്ലെങ്കിൽ ഇത് കീമോതെറാപ്പി സെക്ഷൻ ആണ്, ഇത് ബയോമെഡിക്കൽ വേസ്റ്റ് സെക്ഷൻ ആണ് അല്ലെ. സൈനേജുകള്, അങ്ങനെയുള്ള സൈനേജുകളൊക്കെ അവർ പ്രോപ്പർ രീതിയിൽ പാലിക്കുന്നുണ്ടോ. പിന്നെ എന്താണ് ഈ സ്കാനിങ് ചെയ്യുന്ന സമയത്ത് ഭ്രൂണഹത്യ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ലേ, അങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലെ, നമ്മൾ ചെയ്യാൻ പാടില്ലല്ലോ അത്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ ഹെൽത്തുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് അല്ലെ, സൈനേജ് ആയിട്ടും അടയാളത്തിൽ കൂടിയും അല്ലാതെ എഴുതിയിട്ടൊക്കെ പറയുന്നില്ലേ, ബൈലിംഗ്വൽ ഭാഷ, അതായത് എഴുതിയിട്ടായിരിക്കാം പക്ഷെ ചിലപ്പോ എന്താണ് അടയാളങ്ങളിൽ കൂടിയായിരിക്കും. ഫയർ നടക്കുന്ന ഏരിയ ആണ് അല്ലെ, അല്ലെങ്കിൽ എന്താണ് കീമോ റേഡിയേഷൻ നടക്കാനുള്ള സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ സൈറ്റോടോക്സിക് ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട് അല്ലെ. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അവര് ഈ ഹോസ്പിറ്റലുകാരെ കറക്റ്റ് രീതിയിൽ ഫോളോ ചെയ്യുന്നുണ്ടോ. ക്ലിയർ ആയത്? symbolic representation. Okay, next staff training record. സ്റ്റാഫുകൾക്ക് എന്ത് കൊടുക്കുന്നുണ്ട്, നമ്മൾ ഡിസാസ്റ്റർ പറഞ്ഞൊക്കെ പഠിച്ചു അല്ലെ, മോക്ക് ഡ്രിൽസുകൾ കൊടുക്കുന്നുണ്ട്. കൂടാതെ ഓറിയന്റൽ ഹോസ്പിറ്റലിലുള്ള സ്റ്റാഫുകൾക്ക് അവരുടെ നോളജ്, സ്കിൽ, എബിലിറ്റീസ് ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട് ഒരുപാട് ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നുണ്ട് അല്ലെ. അതിന്റെ റെക്കോർഡ് എന്താണ് നാബിന്റെ അക്രഡിറ്റേഷന് വേണ്ടി, സർട്ടിഫിക്കേഷന് വേണ്ടി ഹാജരാക്കണം. നെക്സ്റ്റ് സ്റ്റാഫ് ഇമ്മ്യൂണൈസേഷൻ. സ്റ്റാഫ് ഇമ്മ്യൂണൈസേഷൻ ആവശ്യമുണ്ടോ ഹോസ്പിറ്റലില്? ആവശ്യമുണ്ടോ? അതിന്റെ റെക്കോർഡ് ആവശ്യമായിട്ടുണ്ടോ? ഉണ്ട്. എന്തുകൊണ്ടാണ്? ഹോസ്പിറ്റലില് പലതരത്തിലുള്ള പല അസുഖങ്ങളുള്ള ആളുകൾ വരുന്നതല്ലേ, ഒരുപാട് ഇൻഫെക്ഷൻ പലതരത്തിലുള്ള അസുഖങ്ങളായിട്ട് വരുന്നവരാണ് അല്ലെ. അപ്പൊ എന്താണ് ഇൻഫെക്ഷൻസ് ഒക്കെ ആയിട്ട് വരുന്നവരാണ്. അപ്പൊ എന്ത് ചെയ്യണം, സ്റ്റാഫുകൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള എന്താണ് ഇമ്മ്യൂണൈസേഷൻ എടുത്തിട്ടുണ്ടായിരിക്കണം അല്ലെ. അപ്പൊ അതിന് വേണ്ട എന്താണ് സ്റ്റാഫ് ഇമ്മ്യൂണൈസേഷൻ റെക്കോർഡ് സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കണം ഹോസ്പിറ്റലില്. നെക്സ്റ്റ് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ്. സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറഞ്ഞാൽ നിയമാനുസൃതമായിട്ടുള്ള റിക്വയർമെന്റ്സ്. എന്തൊക്കെയായിരിക്കും ഹോസ്പിറ്റലിലെ നിയമാനുസൃതമായിട്ടുള്ള രേഖകളൊക്കെ വേണ്ടത്? എന്തിന്റെയൊക്കെ ആയിരിക്കാം ആലോചിച്ച് നോക്കിയേ. എന്തൊക്കെ? നോ സ്മോക്കിംഗ് റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ രേഖകളൊക്കെ സമർപ്പിക്കില്ലേ, നമ്മ പറയുന്ന പോലെ മറ്റേ എന്താണ് പാസ്പോർട്ടിനായിട്ടൊക്കെ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, SSLC ബുക്ക് അല്ലെ, ലൈസൻസ്, അങ്ങനെയൊക്കെയുള്ള ലൈസൻസുകൾ. എന്തൊക്കെയാണ്? ഫയർ ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് വേണം അല്ലെ. പൊല്യൂഷന്റെ വേണം. പിന്നെന്താണ്? ബയോമെഡിക്കൽ വേസ്റ്റിന്റെ വേണ്ടേ? ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിന്റെ വേണം അല്ലെ. പിന്നെ റേഡിയേഷന്റെ വേണോ? ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ, റേഡിയേഷന്റെ വേണം. പിന്നെ എന്താണ്? ബ്ലഡ് ബാങ്കിന്റെ വേണോ? സ്റ്റോറേജ് ലൈസൻസ് വേണോ? സ്റ്റോറേജ് ലൈസൻസ് വേണ്ടേ? അങ്ങനെയുള്ള എന്താണ് നിയമാനുസൃതമായിട്ടുള്ള ഡ്രഗിന്റെ അല്ലെ, ഫാർമസിയിൽ. അപ്പൊ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകൾ, നിയമാനുസൃത രേഖകൾ ആവശ്യമായി വരുന്നുണ്ട് അതിന്റെ അക്രഡിറ്റേഷന് വേണ്ടി. നെക്സ്റ്റ് hospital wide internal audits to be managed once in 6 months in the hospital. ഇന്റേണൽ ഓഡിറ്റ് നടത്താൻ എങ്ങനെയാണ്? ഓഡിറ്റ് ഒരു വർഷം കൂടുമ്പോ ഓഡിറ്റ് എടുക്കാനാണോ പറഞ്ഞിരിക്കുന്നത്? 6 മാസം കൂടുമ്പോ ഇന്റേണൽ ഓഡിറ്റ് നടത്തുക. ക്ലിയർ ആയോ? ഒരു വർഷത്തില് 2 തവണയെങ്കിലും എന്ത് നടത്തിയിട്ടുണ്ടായിരിക്കണം? ഓഡിറ്റ് അല്ലെ, ഇന്റേണൽ ഓഡിറ്റ് നടത്തിയിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ്
ടു ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രൊജക്ട്സ് ഇൻ എ ഇയർ. എന്ത് ചെയ്യാ, ഒരു വർഷത്തില് ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ട 2 പ്രൊജക്ടുകളെങ്കിലും ഹോസ്പിറ്റലുകാർ നടത്തിയിട്ടുണ്ടായിരിക്കണം. മിസ് ഈ ക്വാളിറ്റി അഷുറൻസ് ഓഫ് നാബ് എടുത്തപ്പോ ആദ്യം തന്നെ പറഞ്ഞു അല്ലെ, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഇസ് എ ഓൺ ഗോയിങ് പ്രോസസ് അല്ലെ, കണ്ടിന്യൂസ് പ്രോസസ് അല്ലെ ആണോ? അപ്പൊ എന്താണ്, പിന്നെ നമുക്കറിയാം നമ്മുടെ ഹെൽത്ത് ഫെസിലിറ്റീസ് എങ്ങനെയാണ് അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഓരോ വർഷം കൂടുന്തോറും, ഓരോ മാസം കൂടുന്തോറും എന്താണ്, ഒരുപാട് പുരോഗതികൾ അല്ലെ, വികസനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണോ, ഡെവലപ്മെന്റ്സുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ ആണോ? ആണ്. അപ്പൊ അതിനനുസരിച്ച് എന്ത് വേണം, ഹോസ്പിറ്റലില് ചേഞ്ചസ് വരുത്തണ്ടേ, ഇംപ്രൂവ്മെന്റ്സുകൾ വരുത്തണ്ടേ. ചിലപ്പോ ഫെസിലിറ്റീസ് ആവാം, എക്യുപ്മെന്റ്സുകളിലാവാം അല്ലെ, അല്ലെങ്കിൽ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറിലാവാം അല്ലെ. അപ്പൊ അങ്ങനെ ആ ചേഞ്ചസ് വേണം അല്ലെ. അപ്പൊ അങ്ങനെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഹോസ്പിറ്റൽ ഒരു വർഷത്തില് 2 പ്രൊജക്ടുകൾ, 2 വർക്കുകളെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കണം. ക്ലിയർ ആയത്? നെക്സ്റ്റ്, ഇൻസിഡന്റ് റിപ്പോർട്ട് മാനേജ്മെന്റ്, which consists of identification, reporting, reviewing and action on incident. This could consist of near miss, sentinel events or adverse events. എന്താണ്, ഹോസ്പിറ്റലിൽ നിയർ മിസ് അങ്ങനെയുള്ള കേസുകൾ, അല്ലെങ്കിൽ സെന്റിനൽ ഇവന്റ്സ്. സെന്റിനൽ ഇവന്റ്സ് എന്ന് പറഞ്ഞാല് നമ്മൾ പ്രതീക്ഷിക്കാത്ത, ഹോസ്പിറ്റലിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ പ്രതികൂലമായ എന്തെങ്കിലും സംഭവങ്ങൾ നടക്കില്ല ഹോസ്പിറ്റലില്. പേഷ്യൻസിന് മരുന്ന് മാറിപ്പോവുക, അല്ലെങ്കിൽ എന്താണ്, സർജറി മാറിപ്പോവുക അല്ലെ, അതിനൊക്കെയാണ് സെന്റിനൽ ഇവന്റ്സ് എന്ന് പറയുന്നത്. അറിയോ? എന്താണ് അങ്ങനെയുള്ള സെന്റിനൽ ഇവന്റ്സ് നടന്നു കഴിഞ്ഞാല് പേഷ്യൻസിന്, ഓക്കെ, നിയർ മിസ് നേരത്തെ പറഞ്ഞല്ലോ, പേഷ്യൻസ് തലനാരിഴക്ക് രക്ഷപ്പെടുക. എന്താണ്, ആ പേഷ്യൻസിന് അങ്ങനെ ഒരു റോങ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള ഒരു കെയർ കൊടുക്കുന്നതിന് തൊട്ടു മുമ്പ് അവരത് മനസ്സിലാക്കിയിട്ട് പേഷ്യൻസിന് കറക്റ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കാം. നിയർ മിസ് മനസ്സിലായല്ലോ, തലനാരിഴക്ക് രക്ഷപ്പെടുന്ന കേസുകൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ്, സെന്റിനൽ ഇവന്റ്സ് എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലിൽ പ്രതികൂലമല്ലാത്ത അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ നടക്കാമല്ലോ. അഡ്വേഴ്സ് റിയാക്ഷൻസ്, അഡ്വേഴ്സ് ഇവന്റുകൾ. ഇതെന്താണ്, പേഷ്യൻസിന്റെ മരുന്ന് മാറിപ്പോവുക. അതൊരു നല്ല കാര്യമാണോ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച്? അനസ്തേഷ്യൽ ഇഷ്യൂ വരാം അല്ലെ, അനസ്തേഷ്യൽ ഇഷ്യൂ വരാം. പിന്നെ എന്താണ്, സർജറി മാറിപ്പോവാ അല്ലെ. പല കാര്യങ്ങളും ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് ഹോസ്പിറ്റലിൽ. അങ്ങനെയുള്ള സെന്റിനൽ ഇവന്റ്സുകൾ എന്ത് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക. ഈ ഇൻസിഡന്റ് റിപ്പോർട്ട് മാനേജ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങള്, സർജറിയിൽ ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരാം, അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സെന്റിനൽ ഇവന്റ്സ് പേഷ്യൻസിനെ സൈക്കോളജിക്കലി ആയിട്ടും ഫിസിക്കലി ആയിട്ടും അവരെ ഒരുപാട് എഫക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ നോക്കിയേ, അങ്ങനെ സെന്റിനൽ ഇവന്റ്സുകളോ അല്ലെങ്കിൽ അഡ്വേഴ്സ് ആയിട്ടുള്ള ഹോസ്പിറ്റലിന് പ്രതികൂലമായ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ ഇൻസിഡന്റ് റിപ്പോർട്ട് മാനേജർ ഐഡന്റിഫൈ ചെയ്യുക, കണ്ടെത്തുക. കൂടാതെ അതൊക്കെ എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. അവർ ഐഡന്റിഫൈ ചെയ്താൽ മാത്രം മതിയോ? ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് ചെയ്യില്ലേ, പിന്നീട് വരുത്താതിരിക്കാൻ അത് റിവ്യൂ നടത്താം. എന്തുകൊണ്ടാണ് അത് നടന്നത് അല്ലെ, എന്തുകൊണ്ട്, എന്ത് കാരണം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ റിവ്യൂ ചെയ്യുക. ആക്ഷൻ ഓൺ ഇൻസിഡന്റ് എന്ന് കഴിഞ്ഞാൽ ഒരു ആക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, അവർക്ക് ഒരു ഇൻസിഡന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു ആക്ഷൻ എടുക്കുമല്ലോ അവര്, അത് മാറ്റുന്നതിന് വേണ്ടി അല്ലെ, അതിന് റിക്കവർ ചെയ്യുന്നതിന് വേണ്ടി അവര് നടപടികൾ എടുക്കാൻ വേണ്ടിയോ. ചിലപ്പോ എന്തായിരിക്കും, അനസ്തേഷ്യ കൊടുക്കുക, അല്ലെങ്കിൽ മരുന്ന് മാറിക്കൊടുക്കുക, അല്ലെങ്കിൽ സർജറി ചെയ്ത ഡോക്ടറിനെ മാറ്റുന്നതാവാം അല്ലെ, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുന്നതാവാലോ.
ആണോ? പല ആക്ഷനും സ്വീകരിക്കാം അല്ലെ? എന്തോന്നും പറയാത്തേ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാ? ഈ ഇൻസിഡന്റ് റിപ്പോർട്ട് മാനേജർ റിപ്പോർട്ട് ചെയ്യുക. ക്ലിയർ ആയോ ഇത്? ഇന്ന് മിസ് എടുത്ത ഭാഗം ക്ലിയർ ആണോ എല്ലാവർക്കും? ഇന്ന് മിസ് എടുത്ത ഭാഗം ക്ലിയർ ആണോ? കീ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഓക്കെ. അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ മിസ്. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മാം.